നമുക്ക് നമ്മുടെ മാത്സ് ലാബിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസ് നോക്കാം. നമ്മൾ 6 ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഒരു പരീക്ഷയ്ക്ക് എങ്ങനെയാണ്, ഒരു ലാബ് എക്സാമിന് എങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇത്തവണത്തെ പരീക്ഷയുടെ പ്രത്യേകത ഇപ്പോൾ ഇതിൽ കാണുന്നത് പോലെയല്ല. ഇത് നമ്മുടെ സാധാരണ എക്സാം ആണ്. ഇപ്പോൾ പുതുക്കിയ റൂള് പ്രകാരം നമുക്ക് ഇങ്ങനെയല്ല. അതായത് 32 മാർക്കാണ് നമുക്ക് ലാബ് എക്സാമിന് വേണ്ടത്. 3 മണിക്കൂറാവുമ്പോൾ ഇത് 1.5 മണിക്കൂറായി കുറച്ചപ്പോൾ അത് 16 മാർക്കേ വേണ്ടുള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ പാറ്റേണിലൊന്നും മാറ്റം വരുത്തിയിട്ടില്ല. ഒരു ചോദ്യത്തിന് 14 മാർക്കാണ് മാക്സിമം. അപ്പോൾ നമുക്ക് മാക്സിമം 16 മാർക്ക് കിട്ടിയാൽ മതി. അപ്പോൾ ഒരു ലാബിൻ്റെ ഒരു ഫുൾ ചോദ്യം നമുക്ക് നമ്മൾ ചെയ്ത 5 ലാബാണ്. 5 ലാബിൻ്റെയും ചോദ്യങ്ങളുണ്ടായിരിക്കും. പക്ഷെ നമ്മളപ്പോൾ 1ഉം 2ഉം മാത്രം നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് 28 മാർക്കിനുള്ളതായി. അപ്പോൾ അതുകൊണ്ടാണ് ആ 2 ലാബ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറഞ്ഞത്. ബാക്കിയുള്ള ലാബ് ഇപ്പോൾ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ലാബ് 1ൽ ഫുൾ മാർക്കിനുള്ള ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാം. ലാബ് 2ൽ നമുക്ക് പിന്നെ ബാക്കി 2 മാർക്കേ ആവശ്യമുള്ളൂ. ആൻസർ ചെയ്യുക ഈ പറഞ്ഞിരിക്കുന്ന സമയത്തിൻ്റെ ഉള്ളിൽ ചെയ്താൽ മതി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തിയറി പരീക്ഷ പോലെ കൂടുതൽ കുറേയൊന്നും എഴുതി വയ്ക്കേണ്ട കാര്യമില്ല. കാരണം നമുക്കറിയാം ഇത് എത്രയാണ് മാർക്ക് വീഴുന്നതെന്ന്. അപ്പോൾ അതിനനുസരിച്ച് മാത്രം എഴുതാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ലാബ് 1 ആൻഡ് ലാബ് 2ൽ ഒരു സിംഗിൾ ക്വസ്റ്റ്യനോ വേണമെങ്കിൽ സമാധാനത്തിന് വേണ്ടി 2 ചോദ്യങ്ങളോ എഴുതാം. ഇനി മാർക്ക് പോകണ്ട. ഓക്കെ, അതൊരു കാര്യം. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അപ്ലെറ്റുകൾ, ചിലതിൽ അപ്ലെറ്റ് തന്നിട്ടുണ്ടാവും, ചിലതിൽ അപ്ലെറ്റ് നമ്മൾ ഉണ്ടാക്കണം. അപ്ലെറ്റ് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ ഓരോ ലാബിലും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അപ്ലെറ്റ് ഉണ്ടാക്കണമെങ്കിൽ പ്രൊസീജിയർ ഒരിക്കലും കാണാതെ പഠിക്കേണ്ട. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. അതിപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പുതിയൊരു ജിയോജിബ്ര വിൻഡോ യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമുക്കിത് ഇൻപുട്ടൊക്കെ കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഇതിനെ എങ്ങനെയാണ് കൊടുക്കുക, അപ്പോൾ X² അടിക്കുമ്പോൾ അത് എങ്ങനെയാണ് അടിക്കുക എന്നറിയില്ല, അല്ലെങ്കിൽ √x എങ്ങനെയാണ് അടിക്കാം, അങ്ങനെയൊക്കെയുള്ള ഡൗട്ടുകൾ വരുമ്പോൾ ഒരു പേടിയും പേടിക്കേണ്ട, ധൈര്യമായിട്ട് ടീച്ചറോട് ചോദിക്കാം. ടീച്ചർ ഇത് എങ്ങനെയാണ് X² കിട്ടാൻ ഞാൻ എങ്ങനെയാണ് ടൈപ്പ് ചെയ്യേണ്ടത് ടീച്ചർ, ഇത് എവിടെയാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ജിയോജിബ്രയായി ബന്ധപ്പെട്ട ജിയോജിബ്രയിലുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിനേഴ്സിനോട് ചോദിക്കാം. മാത്തമാറ്റിക്സ് മാത്രമാണ് നിങ്ങൾ സ്വയം കണ്ടെത്തേണ്ടത്. അതായത് വളരെ സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക. ഒട്ടും കോംപ്ലിക്കേറ്റഡ് ആവില്ല. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഇത് നോക്കി എഴുതേ വേണ്ടുള്ളൂ. വെറുതെ റഫായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതാൻ പറ്റില്ല. നമ്മളിത് വെച്ചിട്ട് തന്നെ ചെയ്യണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, പിന്നെ നമുക്ക് ആൻസർ ഷീറ്റ് ഉണ്ട്. ആൻസർ ഷീറ്റിൽ അതായത് ഒരു പേജൊക്കെ എഴുതാനുള്ളത് ഉണ്ടാവുള്ളൂ. കൃത്യമായിട്ട് പോയിൻ്റായിട്ട് വാരി വലിച്ച് എഴുതാതെ നിങ്ങളോടിപ്പോൾ എന്തെങ്കിലും ഇതെങ്ങനെയാണ് അതിൻ്റെ ഉത്തരം വന്നത് എന്നായിരിക്കും ഒരു ചോദ്യം. അപ്പോൾ അത് ഇംഗ്ലീഷിൽ എഴുതാൻ അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ മലയാളത്തിൽ എഴുതി വെച്ചോളൂ. ഞാൻ ഇങ്ങനെ ചെയ്തു, സ്ലൈഡർ മൂവ് ചെയ്തു. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടേതായ, ഞാൻ ലാബ് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞല്ലോ, നിങ്ങളുടേതായ ഭാഷയിൽ എഴുതാം. അങ്ങനെ തന്നെ എഴുതാം. വാല്യൂ കറക്റ്റായിട്ട് എഴുതി വയ്ക്കാം. ഓക്കെ, അതുപോലെ കാൽക്കുലേറ്റർ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും പാടില്ല. നമുക്ക് ആൻസർ ഷീറ്റിൽ ഇതിനോട് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള എന്ത് കാര്യങ്ങളും ഗ്രാഫോ അങ്ങനെ എന്ത് വേണമെങ്കിലും വരയ്ക്കാം. ഓക്കെ, നമുക്കിനി സമയം കളയണ്ട, 1ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. വാല്യൂ ഓഫ് ഫംഗ്ഷൻ ആണ്. നിങ്ങളോട് ഞാൻ വീഡിയോ കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. X² വരച്ചിട്ട് നിങ്ങളോട് ചില വാല്യൂസിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. നമ്മളവിടെ അപ്ലെറ്റ് ഉണ്ടാക്കുകയാണ് ചെയ്തത്. സ്ലൈഡർ ക്രിയേറ്റ് ചെയ്തു, X² പ്ലോട്ട് ചെയ്തു, A0 എന്നുള്ളൊരു പോയിന്റ് X മാർക്ക് ചെയ്തു, 0 f(a) എന്നുള്ളൊരു പോയിന്റ് മാർക്ക് ചെയ്തു, A(f(a) എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്തു. ലാബ് 1 ചെയ്തവർക്കും ഇപ്പോൾ വീണ്ടും കണ്ടവർക്ക്, അന്ന് ചെയ്തവർക്കൊന്നും ഓർമ്മയുണ്ടാവില്ല, കാരണം അത് മറന്നുപോയിട്ടുണ്ടാവും. ഇപ്പോൾ വീണ്ടും കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്കത് ഓർമ്മയുണ്ടാവും. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ അവർ യൂസ് ദ അപ്ലെറ്റ് Q1 എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അപ്ലെറ്റ് തന്നിട്ടുണ്ട്. ഈ അപ്ലെറ്റ് ഉപയോഗിച്ചുകൊണ്ട് അപ്ലെറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചോളൂ. f(x = x² എന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്ലെറ്റിലെ ഒരു കാര്യം അപ്ലെറ്റ് ഞാൻ കാണിക്കാം. യു ക്യാൻ ചേഞ്ച് ദ ഫംഗ്ഷൻ യൂസിങ്. അപ്പോൾ അവിടെ ഒരു ഇൻപുട്ട് ബോക്സ് തന്നിട്ടുണ്ട്. ആ ഇൻപുട്ട് ബോക്സ് ഉപയോഗിച്ചുകൊണ്ട് ഈ X² നമുക്ക് x³ ആക്കാം, x⁴ ആക്കാം, log x ആക്കാം, sin x ആക്കാം, cos x, എന്ത് വേണമെങ്കിലും ആക്കാം. ഓക്കെ, ഒരു സ്ലൈഡർ തന്നിട്ടുണ്ട്. അപ്പോൾ A എന്നുള്ള പോയിന്റ് A0. അപ്പോൾ നമുക്ക് ഈ സ്ലൈഡർ മൂവിനനുസരിച്ച് എയുടെ പോയിന്റുകൾ നമുക്ക് മാറ്റി വരുത്താൻ പറ്റും. പിന്നെ ഒരു പെർപെൻഡിക്കുലർ X ആക്സിലേക്ക് ഒരു പെർപെൻഡിക്കുലറും Y ആക്സിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ലൈൻ. ഇത്രയാണ് അപ്ലെറ്റിലുള്ളത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. f(x = x²ന്റെ ഗ്രാഫാണ് തന്നിരിക്കുന്നത്.
ഫങ്ഷൻ ഈസ് എഫ്. ഒരു ഫങ്ഷൻ എഫ് ഉണ്ട് എന്ന് വിചാരിക്കുക. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്നാമത്തെ ചോദ്യം, ഫങ്ഷൻ എഫ് ആണ്, എയുടെ കോർഡിനേറ്റ് A0 ആണ്. A0 എക്സ് ആക്സിസിൽ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചോളൂ. എന്നിട്ട് അവിടെ നിന്ന് നേരെ പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ ഉണ്ട്, അതാണ് AP, എക്സ് ആക്സിന് പെർപെൻഡിക്കുലർ. ഞാനിവിടെ കാണിച്ചു തരാം അപ്ലെറ്റ്. അങ്ങനെയാണെങ്കിൽ പിയുടെയും പിന്നെ ബി എന്ന് പറയുന്നത് എന്താ, വീണ്ടും പിയിൽ നിന്ന്, അപ്പം എയിൽ നിന്ന് പിയിലേക്ക് എക്സ് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട്, അതായത് വൈക്ക് പാരലായിട്ട് ഒരു ലൈൻ AP, എയുടെ അപ്പോൾ ആ കോർഡിനേറ്റുകളൊക്കെ നമ്മൾ 18ാമത്തെ ലാബൊക്കെ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഓരോന്നും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, കോർഡിനേറ്റുകൾ എങ്ങനെയാണ് മാറി വരിക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആ പിയുടെ കോർഡിനേറ്റ് എഴുതണം. പിയിൽ നിന്ന് എക്സിന് പാരലൽ വൈക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുന്നു, അത് വൈ ആക്സിസിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് ബി. അങ്ങനെയാണെങ്കിൽ പിയുടെയും ബിയുടെയും കോർഡിനേറ്റ് എന്താണെന്നാണ് എഴുതേണ്ടത്. ജസ്റ്റ് ഒരു എന്താ പറയുക, അര മിനിറ്റ് എടുത്തിട്ട് എഴുതേണ്ട ഒരു ആൻസറാണത്. 2 മാർക്കാണ് അതിന്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കണോ? ഞാൻ അപ്ലെറ്റ് ഓപ്പൺ ചെയ്യാണ്. ഇതാണ് നമ്മുടെ അപ്ലെറ്റ്. ഓക്കെ, y=x² എന്നുള്ള പരാബോളയുണ്ട്, ഇവിടെ സ്ലൈഡർ ഉണ്ട്, ഇൻപുട്ട് ബോക്സ് ഉണ്ട്. ചോദ്യം ഇതാണ്, ഈ എ ഞാനിപ്പോൾ സ്ലൈഡർ മൂവ് ചെയ്യിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം അത് ഇങ്ങനെ പോകുന്നുണ്ട്. നമ്മളോടുള്ള ചോദ്യം, എ എന്നുള്ള പോയിന്റ് A0 ആണെങ്കിൽ, പ്രത്യേകം ശ്രദ്ധിക്കണം, A0 ആണെങ്കിൽ പിയുടെയും ബിയുടെയും കോർഡിനേറ്റ് വേഗം അപ്ലെറ്റ് നോക്കിയിട്ട് ഇത് എഴുതി വെച്ചാൽ ശരിയാവില്ല. ഇത് A0 ആണെങ്കിൽ പിയുടെ കോർഡിനേറ്റ് എന്ത്? അപ്പോൾ ആലോചിക്കുക, പി എന്നുള്ളത് എവിടെയുള്ളതാണ്? ഈ x² ആണല്ലോ f(x) എന്നുള്ള ഗ്രാഫ്. അപ്പം ഈ ഗ്രാഫിലെ ഏതൊരു കോർഡിനേറ്റ് എടുക്കുകയാണെങ്കിലും അത് ഏത് രൂപത്തിലായിരിക്കും? അതിൻ്റെ ഒരു എക്സ് വാല്യൂ ഉണ്ടായിരിക്കും, കറസ്പോണ്ടിങ് വൈ വാല്യൂ എന്ന് പറയുന്നത് f(x) ആണ്. അപ്പോൾ ഇവിടെ അതായത് ഇതിൻ്റെ കോർഡിനേറ്റ് എങ്ങനെയാണ് വരിക? x, f(x). അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് എയുടെ കോർഡിനേറ്റ് ഒരു A0 എന്ന് പറഞ്ഞിട്ടുണ്ട്. A0 എന്ന് പറയുകയാണെങ്കിൽ പിയുടെ കോർഡിനേറ്റ് അപ്പോൾ എന്താവണം? എക്സ് കോർഡിനേറ്റ് എയും വൈ കോർഡിനേറ്റ് f(a)യും. അത് ഗ്രാഫിലെ ഏതൊരു പോയിന്റ് ആയാലും ജനറൽ പോയിന്റ് ആണ്. അപ്പോൾ പിയുടെ കോർഡിനേറ്റ് നമ്മൾ എങ്ങനെയാണ് ആൻസർ എഴുതേണ്ടത്? af(a) എന്ന് എഴുതണം. അതേപോലെ കറസ്പോണ്ടിങ് ആയിട്ട് ബി, ഇതാണ് ബിയുടെ ഇവിടെ പേരില്ല അല്ലെ, ഒരു മിനിറ്റ് നോക്കട്ടെ. ഒബ്ജക്റ്റ് പ്രോപ്പർട്ടിയിൽ വാല്യൂ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇപ്പം ശരി. ബി കണ്ടില്ലേ? ബിയുടെ കോർഡിനേറ്റോ, ബി എന്ന് പറഞ്ഞാൽ വൈ ആക്സിൽ, അപ്പോൾ നമുക്കറിയാം എക്സ് കോർഡിനേറ്റ് 0, നോ ഡൗട്ട്. അപ്പോൾ ഇനി വൈ കോർഡിനേറ്റോ, പിയുടെ വൈ കോർഡിനേറ്റും ഇതിൻ്റെ വൈ കോർഡിനേറ്റും സെയിം ആണല്ലോ. ഇപ്പം ഞാൻ പിയുടെ വൈ കോർഡിനേറ്റ് എന്താ പറഞ്ഞത്? വൈ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഗ്രാഫിലുള്ള പോയിന്റ് ആവില്ലേ? ഇത് എങ്ങനെ മൂവ് ചെയ്താലും ഇത് ഗ്രാഫിലുള്ള പോയിന്റ് ആയിരിക്കും വൈ കോർഡിനേറ്റ്. നമ്മളിത് മൂവ് ചെയ്യിക്കുമ്പോൾ അറിയാം, കണ്ടോ? വൈ കോർഡിനേറ്റ്, ബിയുടെ വൈ കോർഡിനേറ്റും പിയുടെ വൈ കോർഡിനേറ്റും എപ്പോഴും സെയിം ആണ്, മാറ്റില്ല. അപ്പോൾ എനിക്ക് ബി എന്നുള്ള കോർഡിനേറ്റ് എഴുതി കൂടെ? A0 വെച്ചിട്ടാണ് കേട്ടോ എഴുതേണ്ടത്. 0 f(a). ക്ലിയർ ആയി? ഇത്രയേ ഉള്ളൂ. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണത്. ഒരു മിനിറ്റ്, നിങ്ങൾക്കതിൻ്റെ ആൻസർ കാണിച്ചു തരാം, നമ്മളത് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത് നോക്കിക്കോളൂ. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം, പിയുടെ കോർഡിനേറ്റ് af(a). മറക്കരുത്, ഗ്രാഫിൻ്റെ മുകളിലുള്ള പോയിന്റ് ആണ്. അപ്പോൾ എക്സ് f(x) എന്നാണ് വരിക. എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ തന്നിട്ടുണ്ട് A0 എന്നുള്ളത്, അതുകൊണ്ടാണത് af(a) ആയത്. കറസ്പോണ്ടിങ് ആയിട്ട് ബി എന്ന് പറഞ്ഞാൽ വൈ ആക്സിസിലെ പോയിന്റ് ആണ്. വൈ ആക്സിസിലെ പോയിന്റ് ആണെങ്കിൽ എക്സ് കോർഡിനേറ്റ് 0 f(a). അപ്പോൾ 2 മാർക്കായേ. നെക്സ്റ്റ്, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത ചോദ്യം എന്താ പറഞ്ഞിരിക്കുന്നത്? കൺസിഡർ ഓൺലി 2 ക്വസ്റ്റ്യൻസ് ഹാവിങ് ടിക്ക് മാർക്ക്. അതായത് ഇവിടെ ചോയ്സ് ഉണ്ട്. നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും ചിലപ്പോൾ ടിക്ക് ചെയ്ത് തരും വരുന്ന ടീച്ചർ, അതായത് പരീക്ഷ നടത്താൻ വരുന്ന ടീച്ചർ ഏതെങ്കിലും 2 ചോദ്യം എഴുതുമെന്ന് നിങ്ങളോട് പറയും. അപ്പോൾ ആ തന്നിരിക്കുന്ന ചോദ്യം നിങ്ങൾ ആൻസർ ചെയ്യേണ്ടതാണ്. 2 എണ്ണം മാത്രം ആൻസർ ചെയ്താൽ മതി കേട്ടോ. 2 എണ്ണം മാത്രമേ ആൻസർ ചെയ്യാവുള്ളൂ. അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കിക്കോളൂ. 2 ചോദ്യങ്ങളുണ്ട്. അതായത് ഒരു ചോദ്യം എന്തിനാണ് ഉദ്ദേശിച്ചിരിക്കണമെന്ന് വെച്ചാൽ 2 എണ്ണം ആൻസർ ചെയ്യണം. റൈറ്റ് ദ മെത്തഡ് ഓഫ് ഫൈൻഡിങ് ഈച്ച് ഓഫ് എബവ് വാല്യൂസ് യൂസിങ്. ഈ അപ്ലെറ്റ് ഉപയോഗിച്ചിട്ട് തന്നെ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ അപ്ലെറ്റ് ഉപയോഗിച്ചിട്ട് നിങ്ങളതെങ്ങനെയാണ് ഞാനിപ്പോൾ ഒരു ഉദാഹരണത്തിന് √5ഉം 3:2/3 ആണ് നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞതെന്ന് വിചാരിക്കുക. അപ്പോൾ ആ √5 കാണാനുള്ള മെത്തേഡ് എന്താണെന്ന് എഴുതാം, മെത്തേഡ് മാത്രം. അപ്പോൾ അതിന് 4 മാർക്ക്. അതിനല്ല 4 മാർക്ക്, 2നും കൂടിയിട്ടാണ് കേട്ടോ. 2 എണ്ണം ടിക്ക് ചെയ്ത് തന്നിട്ടില്ല. അപ്പോൾ ഇതിന് 2 മാർക്ക്, √5ൻ്റെ മെത്തേഡ് എഴുതുന്നതിന് 2 മാർക്ക്,
അടുത്തതിൻ്റെ മെത്തേഡ് എഴുതുന്നതിന് 2 മാർക്ക്. ഒരേ മെത്തേഡായിരിക്കും, ന്യൂമറിക്കൽ വാല്യൂ മാത്രമേ മാറ്റം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഫൈൻഡ് ദെയർ വാല്യൂസ്, അതിനും 4 മാർക്ക്. ഈസി മാർക്കുകളാണ്. അപ്പോൾ ആ വാല്യൂ കാണാൻ വളരെ എളുപ്പമാണ്. നമ്മൾ മെത്തേഡ് എഴുതി ആ വാല്യൂ, ആദ്യത്തിൻ്റെ വാല്യൂ എഴുതിയ 2 മാർക്ക്, രണ്ടാമത്തെ വാല്യൂ എഴുതിയ 2 മാർക്ക്, 4 മാർക്കായേ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് മെത്തേഡ് എഴുതുന്നത്. എനിക്ക് √5ൻ്റെ വാല്യൂ കാണേണ്ടത്. ഞാൻ വീണ്ടും തിരിച്ച് അപ്ലറ്റിലേക്ക് വരികയാണ്. എനിക്ക് ഇപ്പോൾ ഇവിടെ നോക്കൂ, x² എന്ന് പറയുമ്പോൾ 2.25ൻ്റെ സ്ക്വയർ എനിക്ക് ഇവിടെ നോക്കി അറിയാൻ പറ്റുന്നുണ്ട് ഇല്ലേ? കാരണം ഇത് f(x) = x² എന്ന ഗ്രാഫിലെ പോയിൻ്റാണ്. അപ്പം നമുക്ക് അറിയണത് നോക്കാം. നോക്കൂ, 2ൻ്റെ സ്ക്വയർ എത്ര ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, 4 ആണെന്ന് അറിയാം. ഓക്കെ, ഇതാ. പക്ഷേ ഇവിടുന്ന് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? പിയുടെ y കോർഡിനേറ്റ് അല്ലെങ്കിൽ ബിയുടെ y കോർഡിനേറ്റ്. അപ്പം ഇത് എനിക്കിനി 2.11ൻ്റെ സ്ക്വയർ കാണണം. അപ്പോൾ സ്ലൈഡറിനെ കൊണ്ടുവന്ന് 2.11ലേക്ക് ആക്കി അതിൻ്റെ y കോർഡിനേറ്റ് കണ്ടുപിടിച്ചു. ഇവിടെ ആവാം അല്ലെങ്കിൽ ഇതാവാം, 4.452. എനിക്കിനി 3 സംതിങ് ഒരു ഏതെങ്കിലും ഒരു വാല്യൂ എടുത്തിട്ട് ഞാനിപ്പോൾ ഇവിടെ കാണാനില്ല, ആ പോയിൻ്റ് കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്, സാരമില്ല പോയിക്കോട്ടെ. എനിക്ക് 3.2ൻ്റെ സ്ക്വയർ അല്ലെങ്കിൽ 3.25ൻ്റെ സ്ക്വയർ കാണണം. ഇവിടെ നിങ്ങൾക്ക് കാണാനില്ല വെച്ചാൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, നേരെ ഇങ്ങോട്ട് വരിക. പി നോക്കുക അല്ലെങ്കിൽ ബി നോക്കുക, രണ്ടാളുടെയും y കോർഡിനേറ്റ് നോക്കി നോക്കൂ. 10.563 അല്ലേ? അപ്പോൾ 3.25ൻ്റെ സ്ക്വയർ എന്ന് പറയണത് 10. ഇവിടെ തന്നെ നോക്കണം എന്നില്ല, അത് അവിടെ നിന്ന് പോയി, നമുക്ക് വിസിബിൾ അല്ല, താഴത്തേക്ക് ഇറക്കി കൊണ്ടുവരികയൊക്കെ വേണം. ഓക്കെ, ഇപ്പം നമ്മളോടുള്ള ചോദ്യം എന്തായിരുന്നു? ഇപ്പോൾ √5ൻ്റെ വാല്യൂ കാണാനാണ്. അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ചെയ്യുന്ന പ്രൊസീജിയർ അതേപോലെ എഴുതണം, ഇംഗ്ലീഷിൽ എഴുതണം എന്നില്ല, നിങ്ങളുടെ ലാംഗ്വേജിൽ എഴുതാം. ഞാൻ എന്താ ആദ്യം ചെയ്യേണ്ടത്? ഇത് x² കിടക്കുന്നത്. അപ്പോൾ എനിക്ക് റൂട്ട് കാണാൻ പറ്റില്ല. റൂട്ട് കാണണമെങ്കിൽ ആദ്യം ഞാൻ ഫംഗ്ഷൻ മാറ്റണം. ഫംഗ്ഷൻ x² ഞാൻ മാറ്റിയിട്ട് എന്താക്കണം? √x അടിക്കണം അല്ലേ? √x അടിക്കുമ്പോഴല്ലേ എക്സിന് ഒരു വാല്യൂ കൊടുത്താൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുള്ളൂ. √x അടിക്കാൻ എന്താണ് കമാൻഡ്? √x അത് അറിയണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത് അടിക്കാൻ അറിയില്ലെങ്കിൽ അപ്പം നിങ്ങൾക്ക് ടീച്ചറോട് ധൈര്യമായിട്ട് വയ്ക്കാം, ടീച്ചറെ √x എങ്ങനെയാണ് അടിച്ചു കൊടുക്കണ്ടേ, √xന് എന്താണ് കമാൻഡ് എന്ന് ചോദിക്കാം, ധൈര്യമായിട്ട് ചോദിക്കാം. അപ്പം ഞാൻ അടിച്ചു കൊടുക്കാൻ പോവാണ്. √x അടിച്ചു. എൻ്റർ അടിക്കുമ്പോൾ നോക്കൂ, ഫംഗ്ഷൻ മാറിയില്ലേ? ഇതാ റൂട്ടിൻ്റെ വാല്യൂ ആയി. നമ്മളോട് എന്തിൻ്റെ √5 അല്ലേ? എന്നിട്ട് അപ്പോൾ ഒരു സ്റ്റെപ്പ് ചെയ്തു. എന്താ ആദ്യത്തെ സ്റ്റെപ്പ്? ചേഞ്ച് ദ ഫംഗ്ഷൻ ആസ് √x, SQRT അല്ലെങ്കിൽ √x ഇൻ ദ ഇൻപുട്ട് ബോക്സ്. ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത് ഇനി എന്ത് ചെയ്യണം? ഇനി പതുക്കെ ഞാൻ സ്ലൈഡർ മൂവ് ചെയ്തിട്ട് എനിക്ക് √5 അല്ലേ കാണേണ്ടത്, ഞാൻ ആ സ്ലൈഡറിനെ എവിടേക്ക് കൊണ്ടെത്തിക്കണം? 5ലേക്ക് കൊണ്ട് എത്തിക്കണം. 5ലേക്ക് കൊണ്ട് എത്തിച്ചിരിക്കുന്നു. 5ൻ്റെ വാല്യൂ ഇവിടെ കിട്ടിയിട്ടുണ്ട്. എന്താ വരിക നോക്കൂ, 5ന് കറസ്പോണ്ടിങ് ആയിട്ട് പിയുടെ ആയാലും ആരുടെ ആയാലും മതി, 2.236 ആണ്. ഓക്കെ, അപ്പോൾ നമ്മളോട് 2 ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഒന്ന്, അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ അപ്ലറ്റ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും എന്ന് എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ ചെയ്തു? 1, പോയിൻ്റായിട്ട് വളരെ സിമ്പിളായിട്ട് എഴുതിയാൽ മതി. ഇൻ ഇൻപുട്ട് ബോക്സ് ചേഞ്ച് ദ ഫംഗ്ഷൻ ആസ് SQRT അല്ലെങ്കിൽ √x. 2, മൂവ് ദ സ്ലൈഡർ ആൻഡ് സെറ്റ് its value equal to 5. ഓക്കെ, ആ കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. ദെൻ ഒബ്സർവ് ദ y കോർഡിനേറ്റ് ഓഫ് P or B, പിയുടെയോ ബിയുടെയോ y കോർഡിനേറ്റ് നോക്കുക. ദെൻ അടുത്ത ചോദ്യം എന്താ? അതിൻ്റെ വാല്യൂ, ഫൈൻഡ് ഇറ്റ്സ് വാല്യൂ. ഇപ്പോൾ √5 = അങ്ങനെ എഴുതണം കേട്ടോ, √5 = 2.236. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇതാ ഇവിടെ ഇപ്പോൾ കാണിച്ചു തരാവേ. ഞാനത് മുഴുവൻ എഴുതിയിട്ടില്ല, കുറച്ച് എഴുതിയിട്ടുള്ളൂ. ചേഞ്ച് ദ ഫംഗ്ഷൻ ആസ് √x എന്ന് വെച്ചാൽ √x, SQRT എന്നാണ് കൊടുക്കേണ്ടത്. ഇനി ഇൻപുട്ട് ബോക്സ്, എന്നിട്ട് സ്ലൈഡർ മൂവ് ചെയ്യുന്നു, അതിൻ്റെ വാല്യൂ 5 ആക്കുന്നു. ഇങ്ങനെ തന്നെ എഴുതണമെന്നില്ല, ഞാൻ പറഞ്ഞല്ലോ, മലയാളത്തിലും എഴുതാം. എന്നിട്ട് വാല്യൂ ഓഫ് √5 എന്ന് പറഞ്ഞാൽ എന്താണ്? y കോർഡിനേറ്റ് ഓഫ് P അല്ലെങ്കിൽ B ആണ്. ഇങ്ങനെ അതിൻ്റെ കൂടെ തന്നെ ഉത്തരം എഴുതുന്നുള്ളൂ. നിങ്ങൾ സമയം ഉണ്ടാവും, നമ്മുടെ കയ്യിൽ പേപ്പറും ഉണ്ട്. അടുത്ത സ്റ്റെപ്പിൽ ബി എന്ന് പറഞ്ഞിട്ടാണല്ലോ ചോദ്യം. ബി √5 = 2. അവിടുന്ന് എത്രയാണോ കിട്ടിയത് അത് തന്നെ എടുത്ത് എഴുതി വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഞാൻ രണ്ടാമത്തെ ചോദ്യം ചെയ്യാൻ പോവാണ്. രണ്ടാമത്തെ ചോദ്യം എനിക്ക് 3⁻²/3 ആണ്. അപ്പോൾ വീണ്ടും ഇപ്പോൾ ഏകദേശം മനസ്സിലായല്ലോ. നമ്മൾ വീണ്ടും അപ്ലൈറ്റിലേക്ക് വരുന്നു. അപ്പോൾ ഞാൻ എന്താണ് ഇനി ഇവിടെ ഫംഗ്ഷൻ കൊടുക്കേണ്ടത്? ശ്രദ്ധിച്ച് ടൈപ്പ് ചെയ്യണം കേട്ടോ. ടൈപ്പ് ചെയ്യാൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ടീച്ചറോട് ചോദിച്ചാൽ മതി.
അല്ല ഇനിയിപ്പോൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ തരണമെന്ന് അറിയില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും രണ്ടെണ്ണം എഴുതാൻ പറഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള രണ്ടെണ്ണം എഴുതാം. 3⁻²/3 എന്നൊക്കെ പറയുമ്പോൾ കുറച്ചൊരു കോംപ്ലിക്കേഷൻ ഉണ്ട്. എന്നാലും ശ്രദ്ധിച്ചോളൂ നമ്മൾ എങ്ങനെയാണ് ഇൻപുട്ട് കൊടുക്കുന്നത്. 3⁻²/3 ആണ് എനിക്ക് കാണേണ്ടത്. സോ ഞാൻ ഫംഗ്ഷൻ എങ്ങനെ എടുക്കണം? x⁻²ൻ്റെ സിമ്പിൾ ഓർമ്മയുണ്ടല്ലോ, ആറാമത്തെ കീബോർഡിൽ 6ൻ്റെ ഷിഫ്റ്റ് അടിച്ച് 6 അടിക്കണേ. അപ്പോൾ ഇങ്ങനെ ഒരു സാധനം ഒരു കുനിപ്പ് അവിടെ കാണാം. എന്നിട്ടൊരു ബ്രാക്കറ്റ് കൊടുക്കുക. എന്നിട്ട് 2/3 2 അടിക്കുക. ബൈ എന്നുള്ളത് ആ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ ആ ബട്ടൺ, ഷിഫ്റ്റ് ക്വസ്റ്റ്യൻ മാർക്കുള്ള ബട്ടണാണ് ബൈ കൊടുക്കേണ്ടത്. 2/3. ഓക്കെ, എൻ്റർ കൊടുക്കുന്നു. ഫംഗ്ഷൻ്റെ നല്ല ഭംഗിയിൽ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് അല്ലേ, x⁻²/3. ഇനി എനിക്കിത് എത്ര വാല്യൂ കാണേണ്ടത്? 3⁻²/3 ആണ്. ഞാൻ പതുക്കെ അതിനെ സ്ലൈഡർ മൂവ് ചെയ്യിച്ചിട്ട് എവിടേക്ക് എത്തിക്കുക? 3ലേക്ക് എത്തിക്കുക. ഓക്കെ, ഞാൻ 3ലേക്ക് എത്തിച്ചു. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ സ്റ്റെപ്പ് എഴുതുക? ചേഞ്ച് ദ ഫംഗ്ഷൻ as x⁻²/3 in input box. Okay, then move the slider to the point a = 3 and set its values = 3. Then observe the y coordinate of p or b. അടുത്ത ചോദ്യത്തിൻ്റെ ബി പാർട്ടിൻ്റെ ഉത്തരമായിട്ട് 3⁻²/3 = 2.08. ഓക്കെ, ക്ലിയർ ആണല്ലോ? അത് നിങ്ങൾ ഒരു നോട്ട്ബുക്ക് വെച്ചിട്ട് എഴുതി വെച്ചോളൂ കേട്ടോ. കാരണം പബ്ലിക് മീൻസ് പ്രാക്ടിക്കൽ എക്സാമിനും ഇതേ മോഡൽ ചോദ്യങ്ങൾ തന്നെയാണ് വരിക. ഇനിയിപ്പോൾ അതിൽ കുറച്ച് വേറെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. tan -1 ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ tan -1 കാണണമെങ്കിൽ tan x അടിക്കുന്നു. ഓക്കെ, എയുടെ വാല്യൂ -1ലേക്ക് കൊണ്ടെത്തിക്കുന്നു. എയുടെ വാല്യൂ -1, സോറി -1 കൈവിട്ട് പോയില്ലേ, ഞാൻ കണ്ടില്ല. ഓക്കെ, അപ്പോൾ ഇത് സ്ലൈഡറിൻ്റെ മുകളിൽ പിടിച്ചിട്ട് അങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ കീബോർഡിൽ ആ ആരോസില്ലേ, റൈറ്റ് ആരോ ലെഫ്റ്റ് ആരോ, അത് പിടിച്ച് അമർത്തിയാൽ മതിയേ. നോക്കൂ എത്ര വാല്യൂ? tan of -1 -1.557. ഗ്രാഫിലേക്ക് നോക്കണമെന്നില്ല, ഇവിടെ നോക്കി എഴുതിയാലും മതി. അതുപോലെ log 6 ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ log x അടിച്ചു. log x തന്നെയാണ് അടിക്കുക. എൻ്റർ അടിച്ചു. ദ ഫംഗ്ഷൻ log 6 ഇപ്പോൾ ഇതിൽ വരില്ല. ഓക്കെ, log 6 ഇതിൽ കിട്ടാൻ വഴിയില്ല. സ്ലൈഡറിൻ്റെ പോയിന്റ് മാറ്റി കൊടുക്കണം. അപ്പോൾ ലോഗ് വേറെ ഏതെങ്കിലും കൊടുക്കുക. log 3 നോക്കാം. log 3 അങ്ങനെ ഇല്ലാത്ത വാല്യൂസ് വരില്ല, നിങ്ങളത് പഠിക്കേണ്ട. ഉള്ള വാല്യൂസ് തന്നെ നമ്മളോട് ചോദിക്കുള്ളൂ. ഓക്കെ, ചോദിച്ചാലും നമ്മളത് മാറ്റിത്തരും. അപ്പോൾ കണ്ടു 1.099. അപ്പോൾ ഈ ടൈപ്പ് ചോദ്യം ക്ലിയർ ആയല്ലോ? ഇനി ഡൗട്ടുകളൊന്നുമില്ലല്ലോ. നമുക്കിനി ഇതിൽ തന്നെ അപ്പോൾ എത്ര മാർക്ക് കിട്ടി? 2ഉം 4ഉം 6ഉം 4ഉം 10 മാർക്കായിട്ടുണ്ട്. ഇനി 1 more question. നമുക്കൊരു ചോദ്യം കൂടി ഇല്ലേ? യെസ്, ആൻസർ ഓൺലി 1. അടുത്തൊരു 4 മാർക്കിൻ്റെ ഒരു ചോദ്യം. 3 ചോദ്യം ഉണ്ട്, അതിൽ ഒരു ചോദ്യം എഴുതണ്ടല്ലോ. ഇത് റിവേഴ്സ് ക്വസ്റ്റ്യൻ. എനിക്ക് തോന്നുന്നു ഇത് ചോദിക്കാൻ സാധ്യതയില്ലാണ്. ഒത്തിരി ടഫൊന്നുമില്ല, എന്നാലും തിരിച്ച് നമ്മൾ ഈ എയുടെ മൂവ്മെൻറ്റ് നമ്മൾ നേരത്തെ 3² അല്ലെങ്കിൽ അങ്ങനെ കാണാൻ പറയുമ്പോൾ അതിലേക്ക് കൊണ്ടുവന്നാൽ മതിയായിരുന്നു. ഇതങ്ങനെയല്ല, നമ്മൾ ഇപ്പുറത്ത് നോക്കിയിട്ട് വേണം സ്ലൈഡർ മൂവ് ചെയ്യാൻ. ശ്രദ്ധിക്കാം നമുക്ക്. ചോദ്യം, ഫംഗ്ഷൻ f(x = x³ എന്ന് സെറ്റ് ചെയ്തിട്ട് റൈറ്റ് ദ മെത്തഡ് ഓഫ് ഫൈൻഡിങ് ആൻ അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് ക്യൂബ് റൂട്ട് ഓഫ് 2.197 ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് വാല്യൂ. സെയിം സംഭവം തന്നെയാണ്, പക്ഷെ നേരെ തിരിച്ച് 2³ വാല്യൂ കാണാനല്ല നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ക്യൂബ് റൂട്ട് ഓഫ് 2.197, അതായത് ക്യൂബ് റൂട്ട് ഓഫ് 8 കാണാൻ പറഞ്ഞാൽ, ക്യൂബ് റൂട്ട് ഓഫ് 8 കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വാല്യൂ ആണ് 8 വരിക, അതായത് നമ്മുടെ y കോർഡിനേറ്റ് ആണ് 8 വരിക. കറസ്പോണ്ടിങ് ആയിട്ട് x കോർഡിനേറ്റ്, ഇപ്പോൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ എന്തായിരുന്നു? നമ്മുടെ സ്ലൈഡർ എന്ന് പറഞ്ഞാൽ x കോർഡിനേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ സ്ലൈഡർ കൊണ്ടുപോയിട്ട് അവിടെ നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആ വാല്യൂ കിട്ടിയിരുന്നു. ഇതിപ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് 8 എന്ന് പറയുമ്പോൾ x³ ആണ് 8, അതായത് സ്ലൈഡർ അല്ല 8. നമ്മൾ സ്ലൈഡർ പതുക്കെ മൂവ് ചെയ്യിക്കുമ്പോൾ ഇവിടെ നോക്കണം y കോർഡിനേറ്റ് എപ്പോൾ 8 ആവണോ അവിടെ സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് പോയി നോക്കുക സ്ലൈഡർ ഏതാണ് അല്ലെങ്കിൽ x കോർഡിനേറ്റ് എന്താണെന്ന്. റിവേഴ്സ് പ്രോസസ്സാണ്, ഇൻവേഴ്സ് ആണിത്. അപ്പം എനിക്കിവിടെ കാണേണ്ടത് ക്യൂബ് റൂട്ട് ഓഫ് 2.197. ഒരു ചോദ്യം മാത്രമേ ചെയ്യുള്ളൂ, ബാക്കിയുള്ളത് ചെയ്യണില്ല. അതേ സ്റ്റെപ്പ് തന്നെയാണ്, നമ്മൾ ഒരെണ്ണം ആൻസർ ചെയ്താൽ മതിയാകും. ഇനിയിപ്പോൾ പ്രത്യേക സാഹചര്യം എടുത്തിട്ട് ഇതിൽ നിന്ന് തന്നെ 2 എണ്ണം ആൻസർ ചെയ്യാൻ പറയുമോ എന്നൊന്നും അറിയില്ല. അത് വരുന്ന ടീച്ചറിൻ്റെ യുക്തി പോലെയായിരിക്കും. ഓക്കെ, നമുക്ക് എന്തായാലും 2 എണ്ണം പഠിക്കാം. 2 എണ്ണം അല്ലേ വേണ്ടുള്ളൂ, ഒരു അരമണിക്കൂർ ചിലവാക്കിയാൽ മതി ഇത്. അപ്പോൾ നമുക്ക് അപ്ലറ്റിലേക്ക് പോവാം. എന്നിട്ട് എന്താ അപ്ലറ്റിൽ x³ ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്.
എക്സ് ക്യൂബ് ആക്കി കൊടുത്തു. എക്സ് ക്യൂബൊക്കെ ടൈപ്പ് ചെയ്യാൻ അറിയില്ലേ, നേരത്തെ പറഞ്ഞിട്ടല്ലോ ഷിഫ്റ്റ്. എക്സ് ക്യൂബ് അടിച്ചു. എന്നിട്ട് ആരുടെയാണ് 2.197 ക്യൂബ് റൂട്ട് അല്ലേ കാണണ്ടേ? ചോദ്യം ഇവിടെ 2.197 ക്യൂബ് റൂട്ട്. അപ്പോൾ എ അല്ല 2.197 ആക്കേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക. പതുക്കെ പതുക്കെ ഈ സംഭവം മൂവ് ചെയ്യിപ്പിച്ചിട്ട് നിങ്ങൾ എന്ത് നോക്കണം? പിയുടെയും ബിയുടെയും വൈ കോർഡിനേറ്റ് ആണ് എത്തിക്കേണ്ടത്. നോക്കിക്കോളൂ കേട്ടോ. ഇതിന് 2 പോയിന്റ് ആണ് ക്യൂബ് റൂട്ട് വരേണ്ടത്. ക്യൂബ് റൂട്ട് 2 പോയിന്റ് നമുക്കറിയാം ഏകദേശം എത്ര വരും? ഒരു 1 പോയിന്റിലൊക്കെയാണ് 30 പേരുണ്ടാവുക. നോക്കട്ടെ, 6 ആയിട്ടുണ്ട്. എനിക്ക് 2.7 ആണ്, 4 ആയിട്ടുണ്ട്. പോരട്ടെ, 3 ആയിട്ടുണ്ട്. എത്ര വേണ്ട? 2 പോയിന്റ് ആണ്. ഓക്കെ, 2.8 ആയി, 2.7 ആയി. 197 അല്ലേ പറഞ്ഞ? ഞാൻ തന്നെ മറന്നു. 2.197 യെസ്, 2.197 ക്യൂബ് റൂട്ട്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കാൻ, നമ്മൾ ചെയ്തത് സ്ലൈഡറിനെ അല്ല അവിടെ കൊണ്ടുവച്ച് നിർത്തിയത്. സ്ലൈഡർ ഇങ്ങനെ മൂവ് ചെയ്യിച്ച് നമ്മളിവിടെ ശ്രദ്ധിച്ചു. പിയുടെ വൈ കോർഡിനേറ്റ് അല്ലെങ്കിൽ ബിയുടെ വൈ കോർഡിനേറ്റ് ആണ് നമുക്ക് പറഞ്ഞ കറസ്പോണ്ടിങ് ആ വാല്യൂ ആവേണ്ടത്. അതിനുവേണ്ടി സ്ലൈഡറിനെ മൂവ് ചെയ്യിച്ച് അവിടെ കൊണ്ടു നിർത്തി. സ്ലൈഡറിന് ഏതാണോ പോയിന്റ് അതായിരിക്കും ക്യൂബ് റൂട്ട്. അല്ലെങ്കിൽ എക്സ് കോർഡിനേറ്റ് ഓഫ് എ അല്ലെങ്കിൽ എക്സ് കോർഡിനേറ്റ് ഓഫ് പി ഈസ് ദ കറസ്പോണ്ടിങ് വാല്യൂ. So here cube root of 2.197 is equal to എന്താ വരിക? 1.3. ഓക്കെ, ഇപ്പം ഇത്രയാണ് അതിലുള്ളൂ. ഇനിയിപ്പോൾ അടുത്തൊരു ചോദ്യം വേണമെങ്കിൽ ഒന്ന് നോക്കാം. ഏതാണ് പറഞ്ഞിരിക്കണേ? സൈൻ ഇൻവേഴ്സ് 0.891 അല്ലേ? അപ്പം നമ്മൾ എന്താ കൊടുക്കേണ്ടത്? 0.891 ആണ് വാല്യൂ. അപ്ലൈറ്റിൽ വന്നു. ഞാനിവിടെ സൈൻ എക്സ് കൊടുത്തു. 0.891 അല്ലേ? 0.96 ആയിട്ടുണ്ട്. 8 ആണ് കിട്ടേണ്ടത്. ഓക്കെ 8 നോക്കാം. 891. അപ്പോൾ എത്രയാണ് വാല്യൂ നോക്കൂ. ഇതാണ് കിട്ടേണ്ടത്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് 0.891 ഈക്വൽ ടു 1.1. ഇത്രയേ ഉള്ളൂ സംഭവം. അതുപോലെ തന്നെ അടുത്ത ചോദ്യം എന്താ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ്. എനിക്ക് ലോഗ് 6.05 ആണ് കാണേണ്ടത്. അപ്പം നമ്മൾ ഫംഗ്ഷൻ ഇ റൈസ് ടു എക്സ് എടുത്തിട്ട് ലോഗ് 6.05 എന്ന് പറയുമ്പോൾ നോക്കാം. ഇ റൈസ് ടു എക്സും ലോഗ് എക്സും പരസ്പരം ഇൻവേഴ്സുകളാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടാവുമോ എന്ന് അറിയില്ല. എൻ്റർ ചെയ്തു. ഇനി എത്ര വാല്യൂ വരേണ്ടത്? ലോഗ് മറന്നു, എനിക്ക് പെട്ടെന്ന് മറക്കുന്നു. 6.05 അല്ലേ? 6.05 ശ്രദ്ധിച്ചോളൂ കേട്ടോ. വൈ കോർഡിനേറ്റ് കൂട്ടുക വേണ്ട അല്ലേ? 6 പോയിന്റ്. അപ്പോൾ അത് കയ്യിൽ നിന്ന് പോയി. ഇനി നമ്മൾ മുകളിലേക്കാണ് നോക്കണ്ടേ. 6.05 യെസ്, 1.8. കറസ്പോണ്ടിങ് വാല്യൂസ് 1.8. അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്പ് എങ്ങനെ എഴുതുക? ഇൻപുട്ട് ബോക്സിൽ അത് എഴുതണം എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതായത് മൂവ് ദി സ്ലൈഡർ ഇൻ സച്ച് എ വേ ദാറ്റ് കറസ്പോണ്ടിങ് വാല്യൂ ഓഫ് അല്ലെങ്കിൽ വൈ കോർഡിനേറ്റ് ഓഫ് പി or B becomes the corresponding value. അതായത് പിയുടെയോ ബിയുടെയോ വൈ കോർഡിനേറ്റ് നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ ആകുന്നത് വരെ സ്ലൈഡർ മൂവ് ചെയ്യുക. ഓക്കെ, അത്രയേ ഉള്ളൂ. സ്റ്റെപ്പ് അത്രയേ ഉള്ളൂ. ആൻഡ് ദെൻ ഒബ്സർവ് ദ വാല്യൂ ഓഫ് സ്ലൈഡർ ഓർ എക്സ് കോർഡിനേറ്റ് ഓഫ് എ ഓർ പി എന്നിട്ട് കറസ്പോണ്ടിങ് വാല്യൂ എടുത്ത് എഴുതാം. അതിൻ്റെ ആൻസർ നോക്കിക്കോളൂ. ഇങ്ങനെയാണ് വരിക. ഞാൻ ഇങ്ങനെയാണ് എഴുതിക്കണം. മൂവ് ദ സ്ലൈഡർ ആൻഡ് സെറ്റ് ദ വൈ കോർഡിനേറ്റ് ഓഫ് ബി ഓർ പി. അതായത് സ്ലൈഡർ ഇങ്ങനെ മൂവ് ചെയ്തിട്ട് പിയുടെയോ ബിയുടെയോ വൈ കോർഡിനേറ്റ് രണ്ടും സെയിം തന്നെ 2.197 ആക്കുക. എന്നിട്ട് അപ്പോൾ അതാണ് പ്രൊസീജിയർ. കറസ്പോണ്ടിങ് വാല്യൂ ഓഫ് എക്സ് കോർഡിനേറ്റ് ഓഫ് പി ഓർ എ ഈസ് ദ റിക്വയർഡ് വാല്യൂ. അത് എത്രയാണെന്ന് ഞാൻ എഴുതിയിട്ടില്ല. നിങ്ങൾക്ക് വീഡിയോ കണ്ടപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. ഇതാണ് നമ്മുടെ ലാബ് 1 ബേസ് ചെയ്തിട്ട് വരുന്ന മോഡൽ ക്വസ്റ്റ്യൻ. ഐ തിങ്ക് ഈ തേർഡ് ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ ഇൻവേഴ്സ് ഉപയോഗിച്ച് ചെയ്തില്ലേ, അതിന് പകരം ഫംഗ്ഷൻ മെഷീൻ ആയിരിക്കുമോ പബ്ലിക് എക്സാമിന് ഉണ്ടാവുക എന്ന് ഒരു ചെറിയ സംശയം. അപ്പോൾ ഫംഗ്ഷൻ മെഷീൻ ഒന്നുകൂടി ഒന്ന് നോക്കാം. അപ്പോൾ ഞാൻ അടുത്തൊരു ദിവസം വീഡിയോ ആയിട്ട് തരാം. ഓക്കെ, ലാബ് 1 കഴിഞ്ഞു. ഇതേപോലെ ലാബ് 2 ചെയ്യാം കേട്ടോ.